നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരു നല്ല 2026 എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട പ്രതിപാദന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമുക്കറിയുന്ന പോലെ തന്നെ ഈ ഒരു വർഷത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേയും കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും കുറച്ചൊരു ഹോളിഡേ മൂഡിലൊക്കെ ആയിരിക്കാം. ന്യൂ ഇയറിന് വേണ്ടിയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് 2025 എന്ന വർഷത്തേക്ക് ഉള്ള ഒരു തിരിഞ്ഞു നോട്ടവും അതേപോലെ തന്നെ 2026 നമ്മളെ കാത്തിരിക്കുന്ന എന്താണ് എന്നുള്ളതും, നിഫ്റ്റി 2026 ഏതുവരെയൊക്കെ പോകാം എന്നുള്ള ഒരു സാധ്യതകളും, ഇത് സിമുലേഷൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ല. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു മാർച്ച് മാസത്തിലൊക്കെ പറഞ്ഞ പോലെ സിമുലേഷൻ ഔട്ട്പുട്ട്സ് അല്ല, പക്ഷേ നമ്മൾ ഏതുവരെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യാനും വേണ്ടി നോക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു എപ്പിസോഡിലുള്ളത്. നമുക്കറിയുന്ന പോലെ തന്നെ 2025 കോവിഡ് കാലത്ത് മാർക്കറ്റിലേക്ക് വന്നവരെ സംബന്ധിച്ച് ഉന്മേഷമോ ഉത്തേജനമോ ഒന്നും നൽകാത്ത ഒരു വർഷമായിരുന്നു. മറ്റൊന്നുകൊണ്ടല്ല, താരതമ്യേന മാർക്കറ്റ് അവരെ സംബന്ധിച്ചൊരു കൺസോൾട്ടേഷൻ എന്ന രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലാണ് മൂവ് ചെയ്തത്. ഈ വർഷത്തെ റിട്ടേൺസ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 10% ഒക്കെ തന്നെ ഉള്ളൂ. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു 10% റിട്ടേൺസ് നിഫ്റ്റിയിൽ എന്ന് പറയുന്നത് അത് തീരെ മോശം റിട്ടേൺസ് അല്ല എന്നുള്ളതാണ്. അതേസമയം പുതിയ കാലങ്ങളിൽ വന്ന പലരെയും സംബന്ധിച്ച് ഇത് മോശം 10% റിട്ടേൺസ് എന്ന് പറയുന്നത് മോശം റിട്ടേൺസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ കാലത്തല്ല പഴയ കാലത്തുമൊക്കെ ഉള്ള പല പ്രമുഖരായിട്ടുള്ള പലരും നിഫ്റ്റി 2025 ഡിസംബർ ആകുമ്പോഴത്തേനും മിനിമം 30 ആകും 32 ആകും എന്നൊക്കെ വളരെയധികം പ്രവചനങ്ങളൊക്കെ നടത്തിയിരുന്നതും. അത്തരത്തിലുള്ള ഒട്ടനേകം പ്രവചനങ്ങൾ നമ്മൾ എക്സ്, പണ്ടത്തെ ട്വിറ്ററിൻ്റെ അകത്തും യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോകളായിട്ടും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതേസമയം നമ്മൾ മാക്രോ ഡേറ്റയും അതേപോലെ ഒരു സ്റ്റാൻഡേർഡ് ആൻറ്റിസിപ്പേറ്റഡ് FI ഇൻകമിങ് ഫണ്ട്സും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സിമുലേഷനെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തത് പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം, 5 മുതൽ മാക്സിമം 10% വരെ, അതിൻ്റെ അപ്പുറത്തേക്ക് നിഫ്റ്റിക്ക് 2025 എന്ന് പറയുന്ന വർഷത്തിൽ പോകാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണ്. അന്നത് പറഞ്ഞപ്പോൾ പലരും നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് വളരെ പെസിമിസ്റ്റിക് ആയിട്ട് പറയുകയാണെന്ന രീതിയിലൊക്കെ കുറേ പേര് അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സത്യങ്ങൾ എന്താണെങ്കിലും അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക വയ്യ. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ മാത്രമായിട്ട് കുറ്റം പറയുന്നില്ല. പ്രവചനങ്ങൾ തെറ്റിപ്പോയതിൻ്റെ കൂട്ടത്തിൽ വലിയ ഫണ്ട് ഹൗസുകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്, സിറ്റി ഉൾപ്പെടെയുള്ളവർ. അപ്സൈഡ് 33,000 പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് സിറ്റി. അതേസമയം ബോഫോ പോലെയൊക്കെ ഉള്ളവർ ബെയർ സൈഡ് 20,000 പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെറ്റുകൾ സഹജമാണ്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ താരിഫ് യുദ്ധവും എല്ലാം കുറേ ഏറെ തവണ പലരുടെയും പ്രവചനങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടയായി. ഈ പറഞ്ഞ വലിയ ഫണ്ട് ഹൗസുകളൊക്കെ ഈ പ്രവചനം നടത്തിയതൊക്കെ കഴിഞ്ഞ ഫെബ്രുവരിയിലും ജാനുവരിയിലും ഒക്കെ ആയിരുന്നു. ഈ താരിഫിനെക്കുറിച്ചോ ഈ പ്രശ്നങ്ങളെക്കുറിച്ചോ ഇത്രയൊക്കെ വരുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും വലിയൊരു ധാരണയൊന്നും ഇല്ലാത്ത കാലത്ത്. അതുകൊണ്ട് തന്നെ അവയെല്ലാം നമുക്ക് കാര്യമായിട്ട് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2026 കുറിച്ച് നോക്കുമ്പോൾ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനിയിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ലോ, അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം പല പ്രവചനങ്ങളും നമ്മൾ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാത് സമയത്തുള്ള മാക്രോ എക്കണോമിക് ഡേറ്റയും ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഏർണിങ്സും കമ്പനികളുടെ, അത് ഭാവിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുള്ള കുറച്ച് കാപെക്സ് സ്പെൻഡിങ്, അവയിൽ നിന്നും കിട്ടാവുന്ന ഒരു ആൻറ്റിസിപ്പേറ്റഡ് ഏർണിങ്സും ഇതിനെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മാറ്റ്ലാബ്, എക്കണോമെട്രിക്സ് ഒക്കെ പോലത്തതൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഹാർഡ് കോർ അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിഫ്റ്റി പോലത്തെ വലിയൊരു ഇൻഡെക്സിനെ സംബന്ധിച്ചൊക്കെ അത് പലപ്പോഴും സത്യമാവുകയോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5% ഇൻ ആൻഡ് അറൗണ്ട് മാത്രമേ ഒരു ഡീവിയേഷനൊക്കെ ഉണ്ടാവുകയോ എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ 2026 കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം 2026 പോസിറ്റീവ് റിട്ടേൺസ് തരുമോ നെഗറ്റീവ് റിട്ടേൺസ് തരുമോ എന്നുള്ളതാണ്. 90% പ്രോബബിലിറ്റി പോസിറ്റീവ് റിട്ടേൺസ് തരാനാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഫിനാൻഷ്യൽ ഇയർ, അതായത് അടുത്തൊരു 3 ക്വാർട്ടറും ഈ ഒരു വർഷത്തെ ഒരു ക്വാർട്ടറും കൂടി മിച്ചമുണ്ടെന്ന് കരുതുക. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 16% ഒരു EPS ഗ്രോത്ത് നിഫ്റ്റി 50 കമ്പനികളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടാവുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 16% ഗ്രോത്ത് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ടുള്ള ഒരു കാപെക്സ് സ്പെൻഡിങ് നിഫ്റ്റി 50 കമ്പനികളെ സംബന്ധിച്ച്, അവയും അതേപോലെ തന്നെ കുറച്ച് IT കമ്പനികളെ സംബന്ധിച്ച് ഒരു മാർജിൻ പ്രഷേഴ്സ് കുറച്ചും കൂടി ഒന്ന് ഈസ്റ്റ് ഔട്ട് ആവുന്നതോ അല്ലെങ്കിൽ കുറച്ചൊന്ന് റിലീസ് ആവുന്നതോ, അതും ഇതെല്ലാം കണക്കാക്കുമ്പോൾ നമുക്ക് ഒരു 16% ഒരു ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിൽ നമുക്കൊരു നിഫ്റ്റി P20 ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. നിഫ്റ്റി P20 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ
ഇത് ഏകദേശം 29,500 മുതൽ 30,500 ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കും. നമ്മൾ വളരെ ബുള്ളിഷായിട്ട് നമ്മൾ പോകുന്നില്ല. കാരണം ഏർണിങ്സ് ഗ്രോത്ത് ഒരു 1,600 എന്നൊക്കെ പറയുന്ന രീതിയിൽ അത് നമുക്കധികം പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഈ ഒരു 1,500 എന്ന് പറയുന്ന ഈ ഒരു ഏർണിങ്സ് ഗ്രോത്ത് അത് വളരെ റീസണബിൾ ആയിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം മാക്രോസ് വളരെ സ്റ്റേബിൾ ആയിരിക്കണം എന്നാണ് 2026. അതേപോലെ തന്നെ FII ഫ്ലോസ് ഇന്നുള്ളതുപോലെ തന്നെ, അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഇൻഫ്ലോസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതൽ ഇൻഫ്ലോസ് ഇല്ലാതെ തന്നെ ഈ ഒരു ലെവലിൽ കണക്കാക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു 0.5% റേറ്റ് കട്ട് RBIയുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ 0.5% റേറ്റ് കട്ട് നടന്നിട്ടില്ലെങ്കിൽ നമ്മളൊരു 28,500 എന്ന് പറയുന്ന ആ ഒരു ലെവൽ മുതൽ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ എങ്കിൽ പോലും ഒരു 0.5% റേറ്റ് കട്ട് 2026 കലണ്ടർ ഇയറിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു 29,500 മുതൽ 30,500 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് സാധ്യമാണ് എന്ന രീതിയിൽ നമ്മൾ കണക്കാക്കപ്പെടുന്നത്. മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആണെങ്കിൽ ഏകദേശം 16 മുതൽ 20% വരെ ഉള്ള ഒരു റിട്ടേൺസാണ് ലഭിക്കുന്നത്. ഈ ഡിസംബറിൽ ആദ്യ വാരത്തിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു ടോക്ക് നമ്മുടെ നാട്ടിലെ ഒരു കോളേജിൽ ചെന്നിട്ട്, MBA കോളേജിൽ ചെന്നിട്ട് നടത്തി കഴിഞ്ഞപ്പം അവിടെയുള്ള 1-2 അധ്യാപകർ ചോദിച്ചിരുന്നൊരു കാര്യം, ആകെ ഏണിങ്സിനെ മാത്രം വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ശരിയാണ്, ഏണിങ്സ് ഞാൻ അവസാനത്തെ ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പാരാമീറ്റർ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പാരാമീറ്റർ അത് മാത്രമല്ല, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറെ കുറേ മാക്രോ പാരാമീറ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ GDP ഗ്രോത്ത് ഏകദേശം 7.3% നമ്മൾ പ്രതീക്ഷിക്കപ്പെടേണ്ടതാണ്. അത് RBI തന്നെ അത് പ്രതീക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് CPI ഇൻഫ്ലേഷൻ, അത് 2% പ്രതീക്ഷിക്കപ്പെടാം. പക്ഷേ എങ്കിൽ പോലും ഈ പറഞ്ഞ നിഫ്റ്റി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമലൈസേഷൻ ടാർഗറ്റ് ആയിട്ടുള്ള ഒരു 3% ഇൻ ആൻഡ് അറൗണ്ട്, അതും വലിയൊരു കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. ഇവയെല്ലാം കൂടാതെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള റേറ്റ് കട്ട് 50 ബേസിസ് പോയിൻറ്റ് മുതൽ ഒരു 75 ബേസിസ് പോയിൻറ്റ് വരെ, ഏകദേശം 0.5% മുതൽ 0.75% വരെയുള്ള ഒരു റേറ്റ് കട്ട്. അതിൻ്റെ അത് 0.5% നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ. അതിൽ കൂടുതലുണ്ടെങ്കിൽ നല്ലത്. ഇതിനെ തുടർന്ന് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിന് ബാങ്കുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ വെയിറ്റേജുള്ള SBI പോലത്തെ ബാങ്കുകളെ സംബന്ധിച്ച് ഇത് മോശമില്ലാത്ത ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കും. പോരാത്തതിന് ലോവർ ഇൻട്രസ്റ്റ് ആയി കഴിയുമ്പോൾ കൂടുതൽ CAPEX സ്പെൻഡിങ് നടത്താനുള്ള സാധ്യതയുണ്ട്. CAPEX സ്പെൻഡിങ് നടത്തുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ നിഫ്റ്റിയിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇവയെക്കാളും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഹരി വിപണി കൂടുതൽ ആകർഷണീയത ഉള്ളതായിട്ട് തോന്നുകയും ചെയ്യും, കൂടുതൽ ഫണ്ടുകൾ വരികയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ നടന്നാൽ ഇതേപോലെയൊക്കെ എത്തും. അതേസമയം സാധ്യതകൾ വളരെ കുറവാണെങ്കിൽ കൂടിയും ചില ചീത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രൂപയുടെ വില ഡോളറിനെതിരെ ട്രേഡ് ചെയ്യുന്നത് 90 ഇൻ ആൻഡ് അറൗണ്ട് എന്ന രീതിയിലാണ്, 90 രൂപ ഇൻ ആൻഡ് അറൗണ്ട് എന്ന രീതിയിലാണ്. ഈ ഒരു വില നിലവാരത്തിൽ കുറേ നാൾ രൂപ തുടരുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. തുടർന്നാൽ ഈ പറഞ്ഞ 30,000 എന്ന് പറയുന്ന ഇൻ ആൻഡ് അറൗണ്ട് ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും കുറച്ചൊക്കെ താഴെ നിൽക്കും. കാരണം എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികൾ ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റി എന്ന് പറയുന്ന ഈ ഒരു നമ്പർ അത് ഓഫ്സെറ്റ് ചെയ്ത് നിൽക്കും. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഫിനാൻഷ്യൽ ഇയർ 27 രണ്ടാമത്തെ ക്വാർട്ടറോട് കൂടിയെങ്കിലും രൂപയുടെ മൂല്യം വളരെയധികം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇത്രയെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മൾ 2026 നോക്കുമ്പോൾ കാണാവുന്നത്. നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നിഫ്റ്റി സിമുലേഷനുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു പിക്ചർ അതുവഴി നമുക്ക് ഒരു പരിധി വരെ ലഭിക്കും. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സമ്പത്തും സമാധാനവും സന്തോഷവുമുള്ള 2026 ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വ്യത്യാസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.